എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് ഇഷിത മാഷിനെയും പ്രിയാമണിയെയും കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് പ്രിയാമണിയുടെ നെഞ്ചിനകത്ത് ഒരു തീയ. കാരണം സ്വപ്നവല്ലി പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മഹേഷും ഇഷിതയും തമ്മിലുള്ള ബന്ധം തകരും. കാരണം ഇഷിത താമസിച്ച് വരുന്നതിൻ്റെ പേരിൽ അവിടെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പിന്നീട് നേരെ മാഷിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, മാഷേ അവൾ വരുമ്പോൾ ചോദിക്കണം അവൾ എവിടെയായിരുന്നു ഇന്നലെ രാത്രി എന്നൊക്കെ ഉള്ളത്. ആ സ്വപ്നവല്ലി വന്ന് പറഞ്ഞത് കേട്ട് എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. അവൾ ആരുടെ കൂടെ കറങ്ങാൻ പോയെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മാഷ് പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറയണം. പിന്നല്ലാതെ അവളുടെ ജീവിതം തറന്ന് നമുക്ക് സഹിക്കാൻ പറ്റുമോ? മാഷ് മോളോട് ചോദിക്കണം. മാഷിനോട് അവൾ എന്താണെങ്കിലും ഒന്നും മറച്ചു വെക്കത്തില്ല എന്നൊക്കെ പറയണം. ഇത് കേട്ടോണ്ട് അത് സുഹിത്ര പറഞ്ഞു, അതെ ഇഷിതേച്ചിനെ ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ചേച്ചി അത്രക്കാരിയൊന്നും അല്ലെന്ന് പറയണം. ആ സ്വപ്നവല്ലിയമ്മയ്ക്ക് ഭ്രാന്ത, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണം. നിനക്കതൊക്കെ പറയാം. കെട്ടിച്ചു വിട്ട മക്കളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഓർത്തിട്ട് ഒരമ്മയുടെ വേവലാതി അച്ഛൻ്റെ വേവലാതി എന്താന്ന് നിനക്കറിയാൻ പറ്റില്ല. നിനക്ക് മക്കളുണ്ടായി കഴിയുമ്പോഴോ നിനക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ സുഹിത്രയോട് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത അങ്ങോട്ടേക്ക് വരുവാണ്. ഇഷിതയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണി അങ്ങോട്ട് ചെന്നു. പ്രിയാമണി എന്നിട്ട് ചോദിച്ചു, അല്ല ഇഷിത ഇന്നലെ രാത്രി നീ എപ്പോഴാണ് വീട്ടിലെത്തിയെന്ന് ചോദിക്കാം. പെട്ടെന്ന് ഇഷിത പറഞ്ഞു, അത് പിന്നെ ഞാനൊരു 3:30 ആയിക്കണം. 3:30 വരെ നീ എന്തെടുക്കുവാണെന്ന് ചോദിക്കാം. അതമ്മേ ഒരു അർജന്റ് കേസ് ഉണ്ടായിരുന്നു പറയാം, ഒരു എമർജൻസി ഉണ്ടായിരുന്നു. എന്ത് എമർജൻസി ഉണ്ടെങ്കിലും ഇങ്ങനെയാണോ നീ ചെയ്യേണ്ടിയിരുന്നേ? നീ നേരത്തെ കാലത്ത് വീട്ടിലേക്ക് വരണ്ടേ? അല്ല നിനക്കൊന്നും വിളിച്ചു പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം ഇഷിത പറഞ്ഞു, അത് വിളിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ലെന്ന് പറയണം. പെട്ടെന്ന് മാഷ് ചോദിച്ചു, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ? നിനക്കൊന്നും വിളിച്ചു പറയാതിരിക്കാൻ പാകത്തിനുള്ള മാനസികാവസ്ഥ എന്താ അവിടെ ഉള്ളത് നിനക്ക്? ഹോസ്പിറ്റലിൽ നിനക്കൊന്ന് വിളിച്ചു പറയാലോ. നിന്നെ അന്വേഷിച്ച് മഹേഷ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ അറിയാൻ കഴിഞ്ഞതെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, എന്താച്ചാ അച്ഛൻ എന്നെ സംശയമായെന്ന് ചോദിക്കാം. അല്ല നീ ആരോടൊപ്പം ഇരുന്ന കോഫി ഷോപ്പിലിരുന്ന കോഫി കുടിക്കുന്ന കണ്ടെന്നൊക്കെ മഹേഷ് പറഞ്ഞായിരുന്നു പറയണം. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്താ സത്യാവസ്ഥ? നീ ഒരിക്കലും ഒരു തെറ്റായ രീതിയിൽ ചിന്തിക്കോ പോകത്തൊന്നും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വളർത്തിയ മോള ഒരു കാരണവശാലും നശിച്ചു പോയില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം ചോദിക്കുന്നത്. കാര്യം എന്താന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, ഞാൻ ഹോസ്പിറ്റലായിരുന്നു, എമർജൻസി ഉള്ളതുകൊണ്ടാന്ന് പറയണം. പക്ഷേ നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഞങ്ങൾ തന്നെ എത്ര വട്ടം ഫോൺ വിളിച്ചെന്നറിയാവോ? ഞങ്ങൾ വിളിച്ചിട്ട് നിനക്കൊന്ന് ഫോൺ എടുത്ത് കൂടാനും ചോദിക്കാം. അത് പിന്നെ എടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. നീ എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യം പറ, എന്താ ഒളിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് ചോദിക്കണം. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ഇഷിത ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. പ്രിയാമണി പറഞ്ഞു, കണ്ടില്ലേ മാഷ അവള് പറഞ്ഞിട്ട് പോയത്. അപ്പൊ അവൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിക്കുന്നുണ്ടെന്നല്ല അതിനർത്ഥം. നമ്മളോട് പറയാൻ പാടില്ലാത്ത എന്ത് രഹസ്യം അവളുടെ മനസ്സിലുള്ളത്? എന്ത് എമർജൻസി ആണെങ്കിലും അവൾക്ക് നമ്മൾ വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുത്തുകൂടെ? അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് വിളിക്കുമ്പോഴെങ്കിലും ഒന്ന് ഫോൺ എടുത്തുകൂടെ? അവളൊന്നും പറയുന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയാമണി ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് ഇഷിത നേരെ ചെല്ലുവാണ്. ചെന്നിട്ട് മഹേഷിനോട് പറഞ്ഞു, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ടല്ലേ? അല്ല നിങ്ങൾ എന്തിനാ എൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ അങ്ങനെ പറയാൻ പോയത്? ഞാൻ രാത്രി എത്തിയിട്ടില്ല എന്നൊക്കെ. പിന്നല്ലാതെ നിന്നെ കാണാതെ വരുമ്പോൾ അവരോട് ചോദിക്കണ്ടേ? ഇനി അവരോടെങ്ങാനും നീ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. ഇപ്പം എന്നെ വിളിച്ച് പറയാനുള്ള മടി കാരണം ഇനിയിപ്പോൾ അവരോട് പറഞ്ഞിട്ടാണോ എങ്ങോട്ടെങ്കിലും പോയെന്ന് അറിയത്തില്ലോ. അതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചതെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അതെ ഇന്ന് ചിലപ്പോൾ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയണം. ലേറ്റ് ആവും? അതെന്താ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് എമർജൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ അന്വേഷണം ഒന്നും വേണ്ട. ചിലപ്പം വന്നില്ലാന്നും ഇരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ എന്നെ കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് നാട് നീടെ അന്വേഷിച്ച് നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് മഹേഷ് ഒരു നിമിഷം അന്തം വിട്ടു. ഇഷിതയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇത്രയും ദിവസം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അവൾ എന്തിൻ്റെയോ പുറകെയാണെന്ന് മനസ്സിലായി. എന്തെങ്കിലും അപകടത്തിലേക്ക് ചെന്ന് ചാടുവാണോ എന്നൊക്കെ ഓർത്തപ്പോൾ മഹേഷിൻ്റെ ഉള്ള സമാധാനം കൂടെ പോയി. ആ സമയം ആകാശ് ചിന്തിക്കുവാണ്, താനെ ഇന്നലെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ മദ്യപിച്ചിട്ട് വരുന്ന വഴിക്ക് തൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് ഒരു കുട്ടി വന്ന് വീണു. പക്ഷെ അത് ആദ്യമായിരുന്നോ? ആദ്യയുടെ മുഖം പോലെ തോന്നിയത്. അങ്ങനെയാണെങ്കിൽ അവനെ ആരോ ഒരു പെണ്ണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ആരായിരിക്കും അത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ ഓർത്തിട്ടുള്ള സമാധാനം കൂടെ പോയി. ഇപ്പം രജനിയോട് കള്ളത്തരം പറഞ്ഞു, അവൻ ഊട്ടിയിലെ സ്കൂളിലെത്തിയെന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ സത്യാവസ്ഥ അതല്ല, സ്കൂളിൽ നിന്നും വിളിച്ചിട്ടൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, സ്കൂളിലേക്കൊന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആദ്യം അവിടെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന് ഒരു കാര്യം ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ചത് ആദ്യക്കായിരിക്കുമോ
എന്തായിരിക്കും പിന്നെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. രജനിയോട് പറയാൻ പറ്റില്ല. തൻ്റെ കാറ് തട്ടിയാന്ന് പറഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് ആകെപ്പാടെ ഒരു വെപ്രാളമായിപ്പോയി. ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ കൂടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. ആ സ്കൂട്ടർകാരൻ പറഞ്ഞ ഒരു സ്ത്രീ അവനെ കാറ് കയറ്റി കൊണ്ടായെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവനെതിരെ അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് അന്വേഷിക്കുകയാണ്. ആദ്യം എന്ന് പറയുന്നത് 10 വയസ്സുള്ള കുട്ടി അവനെങ്ങനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ആദ്യം എന്ന് പറയുന്ന ആരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയിപ്പ് കിട്ടുവാണ്. പക്ഷേങ്കിൽ ആകാശന് ആ ടെൻഷനായി. കാരണം ആദ്യയുടെ പേരോ നാളോ ഒന്നും പറഞ്ഞിട്ടില്ല. ആദ്യക്ക് ഇങ്ങനെ അപകടം പറ്റിയിട്ട് സിറ്റി ഹോസ്പിറ്റൽ ഉണ്ടെന്നുള്ള കാര്യം ആകാശന് അറിയത്തില്ല. അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ ആദ്യത്തെ പേരുള്ള ആദ്യം അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞേ. പക്ഷേ അവന് ബോധമില്ലാത്തതുകൊണ്ട് അവന് ആരാ എന്താണെന്ന് ഹോസ്പിറ്റലുകാർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് പേരിന് രജിസ്റ്റർ ചെയ്യാതിരുന്നത്. പിന്നീട് ഇഷിത ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ആ സമയത്ത് ആദ്യക്ക് ബോധം വീണിട്ടുണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ കണ്ണ് തുറന്ന് കിടക്കുമായിരുന്നു. പിന്നീട് സ്റ്റീഫൻ ഡോക്ടർ വന്നിട്ട് അവനോട് പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവനൊന്നും മിണ്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അവൻ എന്താ സംഭവിച്ചെന്ന് അവന് പോലും അറിയത്തില്ല. അവന് ചുറ്റുമുള്ള ആരെ അറിയത്തും കൂടെ ഇല്ല. ഹോസ്പിറ്റലിലാന്ന് ഡോക്ടർമാരൊക്കെ ഉണ്ടെന്ന് മാത്രം അവനറിയാം. പക്ഷെ താൻ ആരാന്നോ എന്താന്നോ എന്നും അവന് ഓർമ്മയിലേക്കൊന്നും ഇല്ലായിരുന്നു. കാരണം ആ ഇടിയുടെ ആഘാതത്തിൽ അവൻ്റെ മെമ്മറി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇഷിത വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ടേക്ക് എന്ന് ഇഷിതയുടെ കാര്യങ്ങൾ പറയണം. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ. അവൻ്റെ ഓർമ്മശക്തി പോയിട്ടുണ്ട്. അവൻ ആരാ എന്താണെന്നും അറിയാൻ കഴിയുന്നില്ല. അവൻ ഓർത്തെടുക്കാനും പറ്റുന്നില്ല. ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, ഇനി എന്ത് ചെയ്യും? അവൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ വിവരം അറിയിക്കാമെന്ന് കരുതിയിരുന്നപ്പോൾ ഇങ്ങനെ ആയി പോയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം. നോക്കാം, നമുക്ക് കാത്തിരിക്കാം. എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടെന്ന് നോക്കാം. അവൻ ആദ്യം ചികിത്സിക്കാമെന്ന് പറയാണ്. ചികിത്സിച്ചോട്ടെ, അവൻ്റെ ഓർമ്മശക്തി വീണ്ടെടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ വീണ്ടെടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ലോ എന്ന് പറയണം. പക്ഷെ ഡോക്ടറെ, എത്ര നാൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും? അതുവരെ നമുക്ക് അവനെ ഇവിടെ ചികിത്സിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. കുഴപ്പമില്ല, ഇഷിതയെ ഒന്ന് മെഡിക്കൽ കൗൺസിലൊന്ന് അറിയിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ അവൻ്റെ ചികിത്സയും കാര്യങ്ങളും നമുക്ക് തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാം. അത് ശരി തന്നെയാണ്. പക്ഷേങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും ആരാന്ന് അറിയത്തില്ലോ. അവർ ചിലപ്പോൾ ഇവനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നില്ലേ? നമുക്കൊരു ന്യൂസ് കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആക്സിഡൻ്റ് ഉണ്ടായതാണ്, അതിൻ്റെ പിന്നെ ഞാനാന്നുള്ള കാര്യങ്ങളൊക്കെ വെളിവാകുകയും ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു, സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞു, അത് ശരിയാ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് വേണ്ടെന്ന് പറയാണ്. പിന്നീട് ഇഷിത ആദ്യനെ കാണാനായിട്ട് മുറിയിലേക്ക് വന്നപ്പോൾ ആദ്യം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, എഴുന്നേറ്റിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഇഷിതേനെ കണ്ടു ഇങ്ങനെ നോക്കി. ഇഷിതയുടെ മുഖത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, എൻ്റെ അമ്മയാണോ എന്ന് ചോദിക്കുവാണ്. ഈ ചോദ്യം കേട്ടതും ഇഷിതയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ഇഷിത ഓർത്ത്, ഒരു പക്ഷേങ്കിൽ ഇപ്പം താൻ ഇവിടെ അമ്മയല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ടെൻഷനാവും. അവൻ ആരുമില്ല, അല്ലെങ്കിൽ അത് അവൻ്റെ ഇനി മെമ്മറിനെ ഇനി ബാധിച്ചെന്ന് വരും. ഒരു പക്ഷെ അവന് എത്രയും പെട്ടെന്ന് റിക്കവർ ആകാനായിട്ട് ഇപ്പം താൻ സ്നേഹവും പരിഗണനയും കൊടുത്തേ തീരുള്ളൂ. അതുകൊണ്ട് ഇഷിത പറഞ്ഞു, അത് പിന്നെ അതേപോലെ ഞാൻ നിൻ്റെ അമ്മയാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കെട്ടിപ്പിടിക്കുകയാണ് ഇഷിതേനെ അങ്ങോട്ട്. അമ്മേ, ഞാൻ എത്ര സമയം കണ്ട് ഇവിടെ ഇരിക്കാന്നിട്ട് എനിക്ക് ആരുടെ മുഖം ഓർമ്മയില്ലായിരുന്നു. എൻ്റെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ല. എനിക്ക് എന്താ അമ്മയെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇതിന് മറുപടി പറയാൻ കഴിയാതെ ഇഷിത ഇങ്ങനെ ഇരിക്കുക. പിന്നീട് ഇഷിത പറഞ്ഞു, അതെ, മോനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു പറയണം. ആക്സിഡൻറ്റോ? അതെ. മോൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇല്ലമ്മേ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഓർക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഇഷിതയ്ക്ക് മനസ്സിലായി, ഇപ്പം ഇവൻ്റെ മനസ്സിൽ തൻ്റെ രൂപം മാത്രമേ ഉള്ളൂ. താനാ ഇവൻ്റെ അമ്മയെന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വന്നിരിക്കുന്നേ. ഇനിയിപ്പോൾ ഇവനെ വേദനിപ്പിക്കാനും പറ്റില്ല. തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് കരുതി ഇഷിത അവനെ പരിചരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. മഹേഷ് അവസാന സമയത്തായിരിക്കും തിരിച്ചറിയുള്ളൂ. ആദ്യക്ക് അപകടം ഉണ്ടായി, ആദ്യമാണ് ഹോസ്പിറ്റലിൽ കിടക്കണേ, അവനെയാണ് നോക്കിക്കൊണ്ടിരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പോകുന്നുള്ളൂ. അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഇഷിതയുടെ മേലുള്ള മഹേഷിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറും. ആ ദേഷ്യവും അതൊക്കെ മാറും. തൻ്റെ മോനെ രക്ഷിക്കാനായിട്ട് ഇഷിതയാണല്ലോ തുനിഞ്ഞിറങ്ങിയെന്നുള്ള സത്യങ്ങളൊക്കെ മഹേഷ് അധികം വൈകാതെ തന്നെ അറിയും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.